അമേരിക്ക ഈ ഒരു രാജ്യം കാരണം നേരിട്ടും അല്ലാതെയും പ്രതിസന്ധികളും തകർച്ചകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. ആ ലിസ്റ്റിലേക്ക് പുതിയതായിട്ട് ഒരെണ്ണം ക്യൂബ. പുതിയതല്ല, പക്ഷേ ഇത്രയും നാളും മീഡിയയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ഒരു രാജ്യം. എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ? ഞാൻ വിനയ, പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ക്യൂബ എന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അമേരിക്കയുടെ തൊട്ടടുത്തായിട്ട് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ഐലൻഡ് ആണ് ക്യൂബ. അമേരിക്കയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള ഫോറിൻ പോളിസി സംവാദങ്ങളെല്ലാം യൂഷ്വലി നടക്കുന്നത് ഈ ക്യൂബയിൽ വെച്ചാണ്. അത്രയ്ക്ക് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യമാണ് ക്യൂബ. അപ്പോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്യൂബയിൽ വൻ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. മെയിൻ ആയിട്ടും അവിടെ ബ്രെയിൻ ഡ്രെയിൻ ആണ് പ്രശ്നം. അതായത് ആ രാജ്യത്തെ ജനങ്ങള് പഠിച്ച് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ജോലിക്കായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ബ്രെയിൻ ഡ്രെയിനും മൈഗ്രേഷനും അവിടെ ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി 1,00,000 ബാരൽ എണ്ണയാണ് ഈ ക്യൂബയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതില് 40,000 ബാരൽ മാത്രമേ അവർ സ്വമേധയാ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 60% ഇമ്പോർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2025 അവരുടെ ഇമ്പോർട്ടിന് 35% കുറവ് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഓൾറെഡി ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന രാജ്യമാണ് ക്യൂബ. അപ്പോ പുതിയതായിട്ട് നടക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷം അത് ക്യൂബയുടെ അവസ്ഥയെ കൂടുതൽ പരിതാപകരമാക്കി. അവിടെയാണ് അമേരിക്കയുടെ റോള്. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യൂബ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു രാജ്യമാണെന്ന്. അപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അമേരിക്ക പല രാജ്യങ്ങൾക്ക് മേലും അനാവശ്യമായിട്ട് താരിഫ് ഏർപ്പെടുത്തി. അങ്ങനെ താരിഫ് ഏർപ്പെടുത്തിയ 2 രാജ്യങ്ങളാണ് വെനിസ്വേലയും ഇറാനും. നമ്മുടെ ക്യൂബ കൂടുതലായിട്ട് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത് വെനിസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നുമായിരുന്നു. അമേരിക്കയുടെ ഈ ഹ്യൂജ് താരിഫ് വന്നപ്പോൾ അവരുടെ ഇമ്പോർട്ട് കോസ്റ്റ് ഹെവി ആയി. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ ഓയിലിന്റെ ക്രൈസിസ് ക്യൂബയിലുണ്ടായി. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്തത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴിയായിരുന്നല്ലോ ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി നടന്നുകൊണ്ടിരുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ക്ലോസ് ചെയ്തപ്പോൾ അതുവഴിയുള്ള എണ്ണയും ക്യൂബയിലേക്ക് എത്താത്ത ഒരു സാഹചര്യം വന്നു. ഓക്കെ, ഇതെല്ലാം ഓക്കെ. അതിന്റെ കൂടെ ഇന്റർനാഷണലി അല്ലെ ഗ്ലോബൽ ലെവലില് ഓയിലിന്റെ പ്രൈസ് 40% വർദ്ധിച്ചു. അപ്പൊ ക്യൂബയെ പോലെ ഓൾറെഡി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് അത്രയും ഹെവി കോസ്റ്റ് മുടക്കി ഓയിൽ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യമായി. സോ ഓയിൽ ക്രൈസിസ് രാജ്യത്ത് തീവ്രമായി. പഴയ ബിൽഡിങ്ങുകളും പഴയ പവർ ഗ്രിഡുകളും ഇലക്ട്രിസിറ്റി ഗ്രിഡുകളും ഒക്കെയാണ് ക്യൂബയിലുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് ക്യൂബയില് കഴിഞ്ഞ ദിവസങ്ങളിൽ 3 നാഷണൽ പവർ ഗ്രിഡുകളാണ് തകർന്നു പോയത്. അവരുടെ പവർ പ്ലാന്റുകൾ തകർന്നുപോയി. അതെല്ലാം പഴമയുടേതാണ്. എന്നാലും അത് ഈ സാഹചര്യവുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ക്യൂബ അതിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നടക്കുന്നത്. അത് കൂടാതെ അമേരിക്കൻ നേവി ഇറാനിൽ നിന്നുള്ള ഷാഡോ ഫ്ലീറ്റുകൾ തകർത്തു. അപ്പൊ ഷാഡോ ഫ്ലീറ്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് ഓയില് ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇറാനെ പോലെയുള്ള ഓയിൽ പ്രൊഡ്യൂസിംഗ് കൺട്രീസ് യൂസ് ചെയ്യുന്ന ചില രഹസ്യ കപ്പലുകളെയാണ് നമ്മൾ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ യുദ്ധം വഷളായ സാഹചര്യത്തിൽ US നേവി ഇറാന്റെ ഷാഡോ ഫ്ലീറ്റുകൾ തകർത്തു. അതോടുകൂടി ഉള്ള ഓയിൽ സപ്ലൈ കൂടി ക്യൂബയിലേക്കുള്ള ഓയിൽ സപ്ലൈ കൂടി ഇല്ലാണ്ടായി. പ്രധാനമായിട്ട് ഇവർക്ക് വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ക്യൂബ ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഓയിലില്ല. ഓയിലിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഫ്ലൈറ്റ്സിൽ യൂസ് ചെയ്യുന്ന അവരുടെ എഞ്ചിൻ ഓയിൽ, അങ്ങനെയുള്ള സംഗതികളൊന്നും ലഭ്യമല്ല. സോ ഫ്ലൈറ്റുകൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ടൂറിസ്റ്റുകൾ ഒരു ഐലൻഡ് നേഷനിലേക്ക് വരണമെങ്കിൽ അവർക്ക് മസ്റ്റ് ആയിട്ട് ഫ്ലൈറ്റുകൾ വേണം. സോ ഇവിടെ ഫ്ലൈറ്റ് അനങ്ങുന്നില്ലാത്ത സാഹചര്യത്തിൽ ടൂറിസ്റ്റുകൾക്ക് ക്യൂബയിലേക്ക് വരാൻ പറ്റില്ല. സാമ്പത്തിക നിലയിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ്. മൈഗ്രേഷൻ, ടൂറിസ്റ്റ് ക്രൈസിസ്, അതുപോലെ ഓയിൽ പ്രൈസ് ഹെവി, എല്ലാം കൊണ്ടും ക്യൂബ അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. നേരിട്ടല്ലെങ്കിലും അതില് അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കാരണം ഒത്തിരി രാജ്യങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാലും തകരുന്ന രാജ്യങ്ങളുടെ എണ്ണം ഡേ ബൈ ഡേ കൂടി വരികയാണ്. ക്യൂബയെ പോലെ ഇനി മറ്റൊരു രാജ്യം ഉണ്ടാവുമോ? നോക്കാം. പുതിയൊരു വീഡിയോയുമായി കാണും വരേക്കും നമസ്കാരം.